ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാൽ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ സമയം നമ്മൾ ഇതേ കപ്പിൽ തന്നെ 10 മിനിറ്റിന് ശേഷം 2.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും 3 കപ്പ് വേണം, ഇപ്പോൾ നമ്മൾ 2.5 കപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 50 ml സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡോ പരുവത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് മൈദയുണ്ടല്ലോ, അത് ഈ ടൈം വേണം കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇത് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണം, എന്നാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം ഇതാ തുറന്നപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കുറച്ചുകൂടെ മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയ ശേഷം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ചെറിയ ഒരു ഹോളും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇതായി ചെറിയൊരു കുപ്പിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ് പോലെ തന്നെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ട്രേയിൽ അല്പം മൈദ വെതറിയതിന് ശേഷം ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കും. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന ശേഷമാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഡബിൾ ബോയിലും ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.